ഇന്നത്തെ മുട്ട പൊരിച്ചത് ഒരിച്ചിരി ഹെൽത്തി ആക്കാമെന്ന് വിചാരിച്ച് ഒരു കുഞ്ഞി സവോള കുനുകുനാന്നരിഞ്ഞതും 2 പച്ചമുളക് നടുവേ കീറിയിട്ട് കുനുകുനാന്നരിഞ്ഞത്, പിന്നെ ഒരു ചെറിയ തക്കാളി കുനുകുനാന്നരിഞ്ഞത്, ഒരു ചെറിയ ക്യാരറ്റ് കുനുകുനാന്നരിഞ്ഞത്, ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി കുനുകുനാന്നരിഞ്ഞത്, ഇത്രയും ചേർത്തിട്ട് 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തു കേട്ടോ. ഇതിങ്ങനെ മിക്സ് ചെയ്ത് എടുത്ത് എന്തിനാണെന്ന് വെച്ചാൽ, ഞാൻ പച്ചക്കറി അരിയണ നേരത്തെ ഏതെങ്കിലും കഷ്ണങ്ങളൊക്കെ വിട്ടു പോരാതെ കാറ്റർപില്ലർ മാതിരി വല്ലതും കിടപ്പുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വിട്ടു പോരാനും പിന്നെ ഉപ്പൊന്ന് എല്ലാ സൈഡിലും ഒന്ന് പിടിച്ച് വരാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിലേക്ക് 4 മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ചിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചു. ഇനിയാണ് ബാക്കി കലാപരിപാടി. ഇനി എന്താ സംഭവിക്കണമെന്ന് കാണാം. ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ ചൂടായി കഴിഞ്ഞപ്പോൾ, നോൺ സ്റ്റിക്കിൻ്റെ പാനാണല്ലോ, എണ്ണയൊന്നും വേണ്ടല്ലോ എന്നും കരുതി ഞാൻ ഈ മിക്സ് അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തു. ഈ പാത്രത്തിലുള്ള എല്ലാം അങ്ങ് വടിച്ചിട്ട് കൊടുത്തു കേട്ടോ. കാണാൻ എന്താ ഭംഗിയില്ലേ. പെട്ടെന്ന് അങ്ങ് വെന്ത് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഒന്ന് മൂടി വെച്ചു. ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തുറന്നു നോക്കി കഴിഞ്ഞപ്പോൾ നല്ല പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, നല്ല ഭംഗി കാണാനായിട്ട്. ഇനി ഇത് മറച്ചിടണ്ടേ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ തന്നെ തവി വെച്ചിട്ടെങ്ങാനും മറച്ചിടുവാണെന്നുണ്ടെങ്കിൽ ഇത് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് അടപ്പിലേക്ക് ഇങ്ങനെ നിരക്കി അങ്ങ് ഇട്ടിട്ട് കമത്തിയിട്ടാലോ എന്ന് വിചാരിച്ച് ശ്രമിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ ഇതിനകത്തുനിന്ന് അങ്ങ് വിട്ടു പോരണില്ല. പിന്നെ ഞാനൊരു തവി വെച്ചിട്ടുണ്ടല്ലോ, സൈഡൊക്കെ ഒന്ന് വിടിയിച്ച് കൊടുത്തു. എന്നിട്ടും ഇത് പോരണില്ല കേട്ടോ. എന്നിട്ട് കുറച്ചുകൂടെ ഞാനൊന്ന് വിടിച്ചൊക്കെ കൊടുത്തിട്ടും ഒരു രക്ഷയില്ല കേട്ടോ. അവസാനം ഗതി കെട്ടിട്ട് ഉള്ളിലേക്ക് നടുഭാഗത്തേക്കൊക്കെ അങ്ങ് വിടിയിച്ചങ്ങ് വിട്ടു. അപ്പോൾ പോരണ ഒരു പാകത്തിനായി. എന്നിട്ട് ഞാൻ മറിച്ചിട്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടപ്പിലേക്ക് അങ്ങ് നിരക്കിയിട്ടങ്ങ് കൊടുത്തു കേട്ടോ. എന്നിട്ട് അടപ്പിലേക്ക് വന്നത് ഞാൻ ഈ പാനിലേക്ക് അങ്ങ് കമത്തിയിട്ടതാ കണ്ടോ. അയ്യടാന്നായിപ്പോയി. ഇനി എന്ത് ചെയ്യാനാ, എൻ്റെ ഐഡിയാസ് എല്ലാം പാളിപ്പോയി. ഇനി ഇതിങ്ങനെ തന്നെ പീസായിട്ട് മറച്ചിട്ടിട്ടേ രക്ഷയുള്ളൂ. എന്തായാലും ഞാൻ കുനുകുനാന്ന് പച്ചക്കറികൾ അരിഞ്ഞത് മാതിരി മുട്ട എന്താണ്ട് കുനുകുനാന്നായിട്ടുണ്ട്. ഇനി ഇതങ്ങനെ തന്നെ അങ്ങ് മറിച്ചിട്ട് ഒരു 2-3 മിനിറ്റും കൂടെ അങ്ങ് വെയിറ്റ് ചെയ്തിട്ട് പിന്നെ ഞാൻ അതിനെ അങ്ങ് വാങ്ങിയെടുത്തു. എന്തായാലും നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ.